നിലക്ക് മഖ്ലൂഖുകളിലേക്ക് തിരിച്ചുവിടുന്നു. അതേ, ഈ ലോകത്ത് ഇത് കൃത്യമായി പഠിപ്പിച്ച് ത്യാഗം സഹിച്ച് ബദറിൽ ഏറ്റുമുട്ടി, ഉഹദിൽ ഏറ്റുമുട്ടി, ഖന്തഖിൽ പ്രയാസം സഹിച്ചു, ഖൈബറിലും അതുപോലെ തന്നെ തബൂക്കിലുമൊക്കെ പ്രയാസം സഹിച്ച് അതേ പല നിലക്കും ബുദ്ധിമുട്ടി ഈ ലോകത്തിന്റെ മുമ്പിൽ അത് കൈമാറിത്തന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ ഖാലിഖിനോട് ചോദിക്കേണ്ട കാര്യം മഖ്ലൂഖായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ ചോദിപ്പിക്കുന്ന നിലക്കല്ലേ നമ്മുടെയൊക്കെ വീടുകളിലുള്ള മൗലിദ് കിതാബുകളിലെ വരികളിൽ കാണുന്നത്. ഇത് സഹോദരന്മാരെ ഒരാക്ഷേപമായി കണക്കിലെടുക്കാതെ ചിന്തിക്കൂ പ്രിയമുള്ളവരെ. പടച്ച റബ്ബിനോടല്ലേ പറയേണ്ടത്. അമ്പിയാക്കളെ നമ്മൾ സ്നേഹിക്കണ്ടേ, ആദരിക്കണ്ടേ, ബഹുമാനിക്കണ്ടേ? തീർച്ചയാണ്. അമ്പിയാക്കളെ അമ്പിയാക്കളെന്ന നിലക്ക് സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ഔലിയാക്കളെ ആ നിലക്ക് സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ഗുരുനാഥന്മാരെ ആ നിലക്ക് സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. മാതാപിതാക്കളെ ആ നിലക്ക് സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. തന്നിൽ മുതിർന്നവരെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷേ പടച്ച റബ്ബിന് കൊടുക്കുന്ന ദുആയുടെ ഒരംശം പോലും ആദരവിന്റെ പേരും പറഞ്ഞ്, ബഹുമാനത്തിന്റെ പേരും പറഞ്ഞ് അതേ ഒരൊറ്റ സൃഷ്ടിയുടെ മുമ്പിലും സമർപ്പിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറോ ഫികാ ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു ഫഅഗീഥനി وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور. ശറഫല്ലനാം എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് പറയുന്നു എന്ന നിലയ്ക്ക് എഴുതി വിട്ടിട്ടുള്ള മൗലിദ് കിതാബിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, അതേ പതിതനായ പാവപ്പെട്ടവനായ അങ്ങയുടെ അടിമ അങ്ങയുടെ എല്ലാ ഔദാര്യങ്ങളും പ്രതീക്ഷിക്കുകയാണ് നബിയേ. എൻ്റെ സഹായമായ നബിയേ, എൻ്റെ അവലംബമായ നബിയേ. യാ മുജീറു മിനസ്സഈർ, നരകത്തിയിൽ നിന്ന് എൻ്റെ രക്ഷക എന്ന്, അതേ നരകാഗ്നിയിൽ നിന്ന് രക്ഷ തേടുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ്. അവിടുന്ന് അത് പഠിപ്പിച്ചു തന്നതല്ലല്ലോ. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മാത്രമല്ല, ബഗ്ദാദിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ശൈഖ് ജീലാനി അവറുകളോടും പറയുന്നുണ്ട്. കുത്തുബിയത്ത് എന്ന പേരിൽ പല വീടുകളിലും കഴിച്ചു വരാറുള്ള ആ കൃതിയിലുള്ള വരി എന്താണ്? ശൈഖ് അവറുകളെ നേരിട്ട് വിളിച്ചുകൊണ്ട് പറയുന്നു, വനജ്ജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീനി. നരകാഗ്നിയിൽ നിന്ന് എന്നെ അങ്ങൊന്ന് രക്ഷപ്പെടുത്തണം. കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷപ്പെടുത്തണേ ശൈഖേ എന്ന് മഹാനായ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ്. ഓ പ്രിയമുള്ളവരെ, ഇതൊക്കെ പറയുമ്പോൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറ്റം പറയുകയാണ്. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറ്റം പറയുകയാണ്. ഇല്ല, അവരെ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ അവരൊക്കെ സമൂഹത്തോട് പഠിപ്പിച്ചത് ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണേ. നീ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് സഹായം തേടണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൈമാറി ലോകാവസാനം വരെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രമാണത്തിലുള്ള ആദർശം അതാണ്. അതിലേക്കാ സുഹൃത്തുക്കളെ വരേണ്ടത്. അതേ അവസരത്തിൽ കുത്തുബിയത്തിലെ വാക്യങ്ങൾ അങ്ങനെ അല്ലാഹ് പറഞ്ഞതാണോ, അള്ളാന്റെ പിന്തുണയുള്ളതാണോ, റസൂല് പഠിപ്പിച്ചതാണോ?
കുത്തുബിയത്ത് എന്ന് പറയുന്ന ആ കൃതി രചിച്ചുണ്ടാക്കുവാൻ അതിൻ്റെ കർത്താവെന്ന് പറയപ്പെടുന്ന അതേ കായൽ പട്ടണത്തുകാരനായ സദഖത്തുല്ലാഹിൽ കാഹിലി എന്ന് പറയുന്ന ആള് തന്നെ കാരണം പറഞ്ഞത്, ഇതെനിക്ക് എവിടെ നിന്നാ ഉണ്ടാക്കാൻ പ്രചോദനം, ഞാനിങ്ങനെ ശൈഖ് ജീലാനിയുടെ ഖബർ മഖ്ബറ ബഗ്ദാദിൽ പോയി സന്ദർശിക്കാൻ വേണ്ടി പലപ്പോഴും ആഗ്രഹിക്കാറുള്ളയാളാണ്. പലപ്പോഴും എനിക്കതിന് സാധിക്കാറില്ല. അങ്ങനെയുണ്ടൊരിക്കൽ ശൈഖ് ജീലാനി കിനാവിൽ വന്നുകൊണ്ട്, സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നു, ഓ സദഖത്തുല്ലാഹ്, ഓ സദഖത്തുല്ലാഹ്, എൻ്റെ ഉപ്പാപ്പയുടെ മദ്ഹുകൾ മാത്രമേ നിങ്ങൾ പറയൂ, നബിതങ്ങളെ കുറിച്ച് മാത്രമേ നിങ്ങൾ എഴുതൂ, എന്നെ മറന്നു പോയോ എന്ന് ജീലാനി സ്വപ്നത്തിൽ വന്നുകൊണ്ട് സദഖത്തുള്ളയോട് ചോദിച്ചപ്പോഴാണ് സദഖത്തുള്ള ഈ കൃതി എഴുതി ഉണ്ടാക്കാൻ കാരണമെന്ന് പറയുമ്പോ ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് അതേ ആരും എന്തൊക്കെയോ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ ഒരു പ്രമാണത്തിനോടും യോജിക്കാത്ത അതിൻ്റെ ആശയങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന വരികളാരെങ്കിലും എഴുതിവിട്ടാൽ അത് അംഗീകരിക്കാൻ മുസ്ലിമേ നമുക്ക് ബാധ്യതയുണ്ടോ? ഒരു 100 വട്ടം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ വേറെ എന്താ ചോദിച്ചത്? അതേത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ എനിക്ക് രക്ഷ തേടാൻ അങ്ങയാണുള്ളത്, എനിക്ക് താങ്കളല്ലാതെ ബുദ്ധിമുട്ടും മുസീബത്തും വരുമ്പോ രക്ഷ ചോദിക്കാൻ ഒരാളുമില്ല. അല്ല എന്താ സുഹൃത്തെ പറഞ്ഞത്? പരീക്ഷണങ്ങൾ കൂടെ പിറപ്പല്ലേ നമ്മുടെ. ആരുടെ ജീവിതത്തിലാ സുഖങ്ങൾ മാത്രമുള്ളത്? ദുഃഖങ്ങൾ കയറി വരാത്ത ജീവിതമുണ്ടോ? ജീവിതമായിട്ട് അതെല്ലാവർക്കും പല നിലക്കല്ലേ സംഭവിക്കുക. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അതേ, നിങ്ങൾക്ക് ഭയം മുഖേന, വിശപ്പ് മുഖേന, പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ മുഖേന, എല്ലാ നിലക്കുമുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ സഹിക്കണേ, ക്ഷമിക്കണേ. അവർക്കാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. എന്താണ് അവർ മുസീബത്ത് ബാധിച്ചാ ചെയ്യുക? അവരാപത്തുകൾ ബാധിച്ചാൽ എന്തു പറയും? യാ റസൂലല്ലാഹ്, യാ മുഹയ്യിദ്ദീൻ, യാ ബദരി, യാ അംബുറമി എന്നിങ്ങനെ വിളിക്കലാണോ? ആപത്തുകൾ വരുമ്പോ എന്താ ഖുർആൻ പറയുന്നത്? ചിന്തിച്ചു നോക്കണം. അല്ലദീന ഇദാ സ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് ആപത്തുകൾ ബാധിച്ചാൽ അവർ റബ്ബിനെ ഓർക്കുകയായി. എന്തിന് വിഷമിക്കണം? മനസ്സേ അടങ്ങിക്കോ. എന്തിന് പ്രയാസപ്പെടണം? മനസ്സേ അടങ്ങിക്കോ. കാരണം നമ്മളൊക്കെ റബ്ബിൻ്റെതല്ലേ. ഇന്നാ ലില്ലാഹി, ഞങ്ങളൊക്കെ അല്ലാഹുവിൻ്റെതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിൻ്റെതാണ് നമ്മളെന്ന് വരുമ്പോ നമ്മിൽ എന്ത് നടപ്പിലാക്കാനും അവന് അധികാരമില്ലേ? അവൻ്റെ സ്വത്തല്ലേ, അവൻ്റെ സൃഷ്ടികളല്ലേ. എന്തും നമ്മിൽ നടപ്പാക്കാൻ അവൻ അധികാരമുണ്ടല്ലോ. വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവിടത്തെ ജീവിതത്തിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ തിരിച്ചു ചെല്ലാനും അവൻ്റെ അടുത്തേക്കാണല്ലോ. അതുകൊണ്ട് അവൻ്റെ തൃപ്തിക്ക് വിരുദ്ധമായത് പറയൂല, ചെയ്യൂല. അവന് തൃപ്തിയില്ലാത്തിടത്തേക്ക് പോകൂല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആപത്ത് ബാധിക്കുന്ന മുസ്ലിമിനോട് പറയാൻ പറഞ്ഞില്ലേ? അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി, എനിക്ക് ബാധിച്ചിട്ടുള്ള ആപത്തിൽ ഞാൻ സഹിക്കുന്നു റബ്ബേ, ക്ഷമിക്കുന്നു, നീ എനിക്ക് പ്രതിഫലം തരണേ. ഈ നിലക്ക് സഹിച്ചും ക്ഷമിച്ചും അവനോടുള്ള പിടുത്തത്തിൽ നിന്ന് കുതറി മാറാതെ, അവനോടുള്ള തവക്കുലിൽ നിന്ന് ഒഴിവായി പോകാതെ, മറ്റു പലയിടങ്ങളിലേക്കും മനസ്സുകൾ തെറ്റിദ്ധരിച്ച് തിരിഞ്ഞോടി പോകാതെ എപ്പോഴും അവനിൽ തന്നെ തവക്കുലാക്കിയാൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹു തആല പറയുന്നത് അവർക്കാണ് അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ടാകുന്നത്, അവർക്കാണ് റബ്ബിങ്കൽ നിന്ന് ഗുണങ്ങൾ ചൊരിയപ്പെടുന്നത്, അവരാണ് സന്മാർഗത്തിലായി കഴിഞ്ഞവർ. ഇതാണോ നമുക്ക് വേണ്ടത്? അതോ ആരോ സ്വപ്നത്തിൽ കിനാ കാട്ടി നീ എന്നെപ്പറ്റി പറയാത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളോടന്നെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറയുന്ന വരികൾ എഴുതിയതോ? ഏതാ വേണ്ടത്? തീരുമാനിക്കണം. ഏതാ വേണ്ടത്? ഏതാ നമ്മുടെ ഖബറിൽ സമാധാനം തരിക? ഏതാ നമ്മുടെ ഖബറിൽ രക്ഷ തരിക? ഏതാ പരലോകത്ത് നമുക്ക് സമാധാനം തരിക?
ചിന്തിച്ചാലോചിച്ചുകൊണ്ട് പ്രവർത്തിച്ചോ. അതേ പടച്ച റബ്ബല്ലാത്ത നിലക്ക് ആ റബ്ബിനോടല്ലാതെ ഒരു പ്രാർത്ഥനക്കും അവകാശമില്ല. അതെവിടെ വെച്ചാണെങ്കിലും അതേ ഇവിടെ പരന്നു കിടക്കുന്ന എൻ്റെ ഇവിടുത്തെ സഹോദരങ്ങൾ, അതേ അവരുടെ നിത്യവൃത്തിക്കായി പ്രവൃത്തിപഥത്തിൽ ഏർപ്പെടുന്ന കടൽ, പാരാവാരം അറ്റമില്ലാത്ത സമുദ്രം, എവിടെയും രക്ഷകൻ അല്ലാഹല്ലേ. അതിൻ്റെ അടിത്തട്ടിൽ യൂനുസ് നബി അലൈഹിസ്സലാം ചെന്നുപെട്ടപ്പോ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം അതിൻ്റെ അടിയിൽ ചെന്നുപെട്ടപ്പോ മുൻഗാമികളായ നബിമാരെയാണോ വിളിച്ചത്? മുൻഗാമികളായ നബിമാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടാണോ പ്രാർത്ഥിച്ചത്? അവരുടെ പേരിൽ ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ പുറത്തു കിടന്നാൽ ഒരു നേർച്ച കഴിച്ചോളാം എന്നാണോ നേർച്ചയാക്കിയത്? അല്ലല്ലോ. മഹാനവറുകൾ ആ സമുദ്രാന്തർ ഭാഗത്ത് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ആ ഇരുളാർന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഫനാദാ ഫിൽളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ഇരുളാർന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മഹാനവറുകൾ അല്ലാഹുവേ നീ അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് അല്ലാഹുവിനെ പുകഴ്ത്തി, പടച്ച റബ്ബിനെ അങ്ങ് വാഴ്ത്തി, തൻ്റെതായ ആ മനസ്സിന്റെ പ്രയാസം പങ്കുവെച്ചു. അല്ലാഹു ഉടനെ ഉത്തരം കൊടുത്തു. മത്സ്യം അതേ യൂനുസ് നബി അലൈഹിസ്സലാമിനെ പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. മഹാനവറുകൾക്ക് അല്ലാഹു രക്ഷ കൊടുത്തു. അതേ ചോദിക്കുന്ന കാര്യം നേടാൻ റബ്ബിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഖുർആനിലെ അമ്പിയാക്കളുടെ മുഴുവൻ ചരിത്രം അത് തന്നെയാണ് പറയുന്നത്. ഈ നിലക്ക് പ്രിയമുള്ളവരെ, എവിടെ വെച്ചാണെങ്കിലും നമുക്ക് ചോദിക്കാനും സഹായം തേടാനും രക്ഷ തരാനും അഭയം തേടാനും അല്ലാഹുവല്ലാതെ ഇല്ല എന്ന ഈ ആദർശമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് സമൂഹത്തോട് എക്കാലത്തും പറയാനുള്ളത്. അത് ജീവനുള്ള കാലത്തോളം എന്നും മുജാഹിദുകൾ സമൂഹത്തോട് ഒരു വാശിയുമില്ല, സ്നേഹത്തോടെ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, മടങ്ങിക്കോ റബ്ബിലേക്ക്. പ്രാർത്ഥന കേൾക്കുന്നവൻ അവൻ മാത്രം, അഭയം തേടപ്പെടേണ്ടുന്നവൻ അവൻ മാത്രം, തവക്കുലാക്കപ്പെടേണ്ടുന്നത് അവനിൽ മാത്രം. അതേ എല്ലാ കാര്യങ്ങളും കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മെ രക്ഷപ്പെടുത്തുന്ന രക്ഷകൻ അവൻ മാത്രം തന്നെ. അത് ഈ സമൂഹത്തോട് ഉറക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ നേരെ നോക്കിയിട്ട് പോലും ചില കുബുദ്ധികൾ വിഡ്ഢികൾ പറയുന്നുണ്ട്, നിങ്ങൾ ജിന്നുകളെയോടാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ശൈഖുമാരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഞങ്ങൾ ബീവിമാരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ ജിന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന പാർട്ടിയാണ്, ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കമ്പനിയാണ്, അത് ശിർക്കല്ലെന്ന് പറയുന്ന കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ ശിർക്ക് ചെയ്യുന്ന വ്യക്തികളും ആ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ പിന്നാലെ കൂടിയിട്ടുള്ള വേറെ ചില കമ്പനികളും അവരുടെ അകത്തളങ്ങളിൽ പോയി കൊടുത്തുകൊണ്ട് ഞങ്ങളിതാ പലരെയും ഞങ്ങളുടെ ഈ ഭാഗത്തിൽ നിന്ന് പുറത്താക്കിയത് അവർ ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടാണെന്ന് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ എഴുതിവിടുമ്പോൾ എൻ്റെ മാന്യ ശ്രോതാക്കൾ മനസ്സിലാക്കണം, അത് വല്ലാത്തൊരു ദുരാരോപണമാകുന്നു. വെറും കെട്ടുകഥ, വെറും ആരോപണം. എങ്ങനെ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. അല്ലാഹുവേ നീ മഹാപരിശുദ്ധൻ, ഇത് വമ്പിച്ച കറ്റുകെട്ടിയ കളവ് തന്നെ. എന്തിനെ കുറിച്ചാ ഖുർആൻ അത് പറഞ്ഞത്? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും അവരൊരിക്കലും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത വ്യഭിചാരാരോപണം അവരെ കുറിച്ച് മുനാഫിക്കിന്റെ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ മദീനയെമ്പാടും പ്രചരിപ്പിച്ച് അതിൽ പലരും കുടുങ്ങിപ്പോയി. പല നല്ല മനസ്സുള്ള ആളുകൾ പോലും ഇത് പറയുന്നത് അബ്ദുള്ളയല്ലേ എന്ന നിലക്ക് കുടുങ്ങിപ്പോയപ്പോൾ പരിശുദ്ധ ഖുർആൻ അതാ മഹദിയായ നമ്മുടെ ഉമ്മയെ സംബന്ധിച്ച് അതേ അവർ നിരപരാധിയാണ്, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അതുപോലെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടക്കമുള്ള അതേ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആയത്തിറക്കിയിട്ട് ഈ പ്രചരണം നാടൊട്ടാകെ നടത്തുന്ന അബ്ദുള്ളയുടെ അനുയായികളോടും അനുകൂലികളോടും അതേ
ഖുർആൻ ചോദിച്ചില്ലേ, നിങ്ങൾ എന്തിനീ ആരോപണം ഏറ്റെടുത്ത് നാവിൽ നിന്ന് കാതുകളിലേക്ക് പരത്തി നിങ്ങൾ പ്രചരിപ്പിച്ചോ? നിങ്ങൾക്കിത് കേട്ടപ്പോ മിണ്ടാതിരുന്നുകൂടെ? സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ നദീം, ഇത് വമ്പിച്ച കളവ് തന്നെ എന്ന് പറഞ്ഞ് അടങ്ങിയിരുന്നോളാമായിരുന്നില്ലേ? ഇന്ന് ഖുർആൻ പറയാണ്, വ്യഭിചാരാരോപണത്തെക്കാൾ കടുത്ത ആരോപണമാണ് ശിർക്ക് ചെയ്യാത്തൊരു മനുഷ്യനെ നോക്കിയിട്ടടോ നീ ശിർക്ക് ചെയ്യുന്നവനാണ്, നീ മുശ്രിക്കാണ്, കാഫിറാണ്, നീ ജിന്നാണ്. മനുഷ്യനെ നോക്കിയിട്ടാ പറയുന്നത് ഇവൻ ജിന്നാണ്, ഇവൻ ജിന്നിനോട് തേടുന്നവനാണ്, ഇവൻ മലക്കിനോട് തേടുന്നവരാണ്. സമൂഹത്തിലുള്ള ആളുകളതാ ശൈഖിനോട് നിങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കും, ഞങ്ങൾ തേടുന്നുണ്ട്. അവരതിന് വ്യാഖ്യാനങ്ങളും പറയും. അതേ അവസരത്തിൽ ഒരൊറ്റ മുജാഹിദും ഇന്ന് വരെ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല, അത് പറയാൻ പാടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ആ മേഖലയിലേക്ക് ജനങ്ങളെ നയിച്ചിട്ടില്ല. എന്നിട്ടും ഈ സമുദായത്തിലെ പാവപ്പെട്ട പ്രവർത്തകന്മാരെ, പ്രബോധകന്മാരെ ഒതുക്കി നിർത്തിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ അതാ ഒതുക്കാമെന്ന് വിചാരിച്ച കമ്പനി അവരുടെ മേൽ ശിർക്ക് ആരോപിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് പറയരുത് സഹോദരാ. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ നദീം, ഇത് വമ്പിച്ച അപരാധം തന്നെ എന്ന് പറയാനുള്ള ഈമാൻ നമുക്കുണ്ടാകണം. കാരണം അത് വെറുതെ അപരാധമാണെന്ന് പറയുകയല്ല, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയാൻ ധൈര്യം നേടണം. അതിന് അറിവ് പഠിച്ചോ, ഇൽമു പഠിച്ചോ, ശിർക്ക് എന്തെന്ന് പഠിച്ചോ, ബിദ്അത്ത് എന്തെന്ന് പഠിച്ചോ, ഹദീസുകൾ എന്തെന്ന് പഠിച്ചോ, അതിൻ്റെ പ്രാമാണികത എന്തെന്ന് പഠിച്ചോ. ഓരോ കാര്യങ്ങളും അതേ കൂട്ടാതെ കുറക്കാതെ മനസ്സിലാക്കേണ്ട നിലക്കങ്ങ് മനസ്സിലാക്കി വെച്ചാൽ ഒരു കുപ്രചരണങ്ങളുടെ വേലിക്കെട്ടുകളെയും ഭയപ്പെടാതെ, ഒരാരോപണങ്ങളുടെ അലമാലകളെയും പേടപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാതെ കൃത്യമായി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ലോകത്ത് ഏറ്റവും വലിയ അപരാധം, പാപം എന്ന് പറയുന്നത് ശിർക്കാണ്. അത് ജീവിതത്തിൽ വരാൻ പാടില്ല. റബ്ബിനോടല്ലാതെ ഒരു നിലക്കും ആ നിലക്ക് ഇബാദത്തിന്റെ ഒരംശങ്ങളും സമർപ്പിക്കപ്പെട്ടുകൂടാ. ഇതാണ് നമ്മുടെ ഷഹാദത്ത് കലിമയുടെ ഒന്നാമത്തെ ഭാഗമായ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമയുടെ ആദ്യ ഭാഗം അതാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം എന്താണ്? വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലാണ് ഞാൻ സാക്ഷ്യം വഹിച്ചില്ലെങ്കിൽ എനിക്ക് പോയി എന്നല്ലാതെ മുത്തുനബിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ അത് കാണാൻ. എൻ്റെ നേതാവ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ റസൂലുള്ളാഹിനെ അറിയേണ്ട നിലക്ക് അറിഞ്ഞാലേ ഞാൻ മുസ്ലിമാകൂ. കാരണം റബ്ബിനെ സംബന്ധിച്ച് ഖബറിൽ ചോദ്യമുണ്ട്. മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ എന്ന ചോദ്യമുണ്ട്. അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അള്ളയാണെന്ന് അവിടെ പറയാൻ സാധിക്കണം. അതുപോലെ നാളെ ഖബറിൽ ചോദ്യമുണ്ട്. രണ്ടാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും കുറിച്ച് അള്ള ചോദിക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സന്മാർഗദർശനങ്ങളും വ്യക്തമായ തെളിവുകളുമായി ഞങ്ങളിലേക്ക് വന്ന മുത്തു നബിയാണത്. ആ നബി പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ആ നബി പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചിട്ടുണ്ട് എന്ന് മലക്കുകളോട് മറുപടി പറയാൻ സാധിക്കണോ? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് കേവലം നാക്കിലൊതുക്കിയാൽ ഖബറില്ല ജവാബ് പറയാനാവില്ല. പിന്നെന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണോ അങ്ങനെ വിശ്വസിക്കണം. ആ കാര്യത്തിലും പണ്ഡിത പുരോഹിതന്മാരതാ പലരും എന്തു ചെയ്തു? അള്ളാഹിന്റെ റസൂലിനെ പരിചയപ്പെടുത്തേണ്ട നിലക്ക് പരിചയപ്പെടുത്താതെ അതേ മറ്റവസ്ഥകളിലേക്ക് അവർ ജനങ്ങളെ കൊണ്ടുപോയി. മറ്റുള്ള രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവരതാ ജനങ്ങളെ നയിച്ചു കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകേണ്ട വിശ്വാസം എന്താണ്? സ്വജീവനേക്കാളും തനിക്ക് വിലപ്പെട്ടതാണ് എൻ്റെ നേതാവ്. പ്രവാചകനായ നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മുസ്ലിം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരുന്നതല്ല, അവിടുത്തെ സ്വഭാവത്തിന്റെ ഗുണം പറഞ്ഞാൽ തീരുന്നതല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെ ഓർമ്മപ്പെടുത്തിയത് അവിടുത്തെ നാമം, അവിടുത്തെ പേരതാ ലോകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും അതിങ്ങനെ ഉയർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പേര് പറയാത്തൊരു ബാങ്കല്ല, ഒരു ഇഖാമത്തല്ല, ഒരു നിസ്കാരമല്ല. അതേ എല്ലാ അവസരങ്ങളിലും അതേ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര്, പ്രശസ്തമായി ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യുത്തമമായ സ്വഭാവത്തിന്റെ ഉടമയായിക്കൊണ്ട് ഈ ലോകത്തിന്റെ മഹിത മാതൃകകൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് പിരിഞ്ഞുപോയ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ ഇന്ന് നമ്മുടെ കൂടെയില്ല, വഫാത്തായി പോയി. അത്യുന്നതമായ ജീവിതം റബ്ബിന്റെ അടുക്കൽ ബർസഖിയായ ലോകത്ത് അവിടുന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ അവസരത്തിൽ ഇപ്പോഴും നമ്മെ കാണുകയും കേൾക്കുകയും അറിയുകയും നമ്മുടെ എല്ലാ ചലനങ്ങളും അറിയുകയും ചെയ്യുന്നവനായ റബ്ബുൽ ആലമീൻ ആ സ്ഥാനം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി മറ്റൊരു ലോകത്തേക്ക് അവിടുന്ന് പിരിഞ്ഞുപോയി. എന്നാലോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വികലമായ ആശയങ്ങളാണ് പല പണ്ഡിത പുരോഹിതന്മാരും സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിത പുരോഹിതന്മാരിൽ പലരും ആളുകളെ സന്മാർഗത്തിൽ നിന്ന് തടയുന്നു എന്ന് പറഞ്ഞില്ലേ, അവരെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അത് തൗഹീദിന്റെ വിഷയത്തിൽ മാത്രമല്ല, അതേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കാൻ പഠിപ്പിക്കാതെ അതിനും അപ്പുറം എവിടെ നിന്നൊക്കെയോ ഉണ്ടാക്കിയ വിശ്വാസങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് അത് ഈ സമൂഹത്തെ വിശ്വസിക്കാൻ നിർബന്ധിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പലരും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കും പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കുക. എന്താ റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മുടെ മലയാളക്കരയിൽ എഴുതിവിട്ട ഒരു പുസ്തകത്തിലുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. തങ്ങളെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ എല്ലാവരുടെയും കൂടെ തന്നെയുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്, പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയും എഴുതുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട നബിതങ്ങൾ എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. അത് നബിതങ്ങൾ പല ഹദീസുകളിലും വ്യക്തമാക്കിയതുമാണ്. എത്ര കളവായി ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്ന് വേറൊരു നുണ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മൂന്നാമത്തെ നുണ. എത്ര നുണയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? നബിതങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിയിൽ അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞില്ലേ, മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്നെൻ്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ നരകം അവനുറപ്പാണെന്ന് പറഞ്ഞില്ലേ. ഏതെല്ലാം കാര്യങ്ങളിൽ ഇത് സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയാത്തൊരു വാക്ക് പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. അവിടുന്ന് ചെയ്യാത്ത ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പാടില്ല. അവിടുന്ന് അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിന് അവിടുന്ന് അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്ന് പറയാനും പാടില്ല. ഇതുപോലെ അവിടുത്തെ ബോഡിയുടെ അംശമല്ലാത്ത ഒന്നിനെ കുറിച്ച്, അവിടുത്തെ ശരീരത്തിന്റെ അംശമല്ലാത്ത ഒന്നിനെ കുറിച്ച്, അത് മുടിയാവാം, അവിടുത്തെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രമാകാം, ചെരുപ്പാകാം, മോതിരമാവാം, എന്തുമാവാം, അവിടുന്ന് ഉപയോഗിച്ച വടിയാവാം, മെതിയടിയാവാം,
ആവാം. എന്തിനെക്കുറിച്ചും ഏതെങ്കിലും ഒരു വസ്തു ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണ്, അവിടുന്ന് ധരിച്ച അതേ മെതിയടിയാണ്, അവിടുന്ന് കൊണ്ട് നടന്ന ഊന്നുവടിയാണ്, അവിടുന്ന് ധരിച്ച പുതപ്പാണ്, അവിടുന്ന് ധരിച്ച ജുബ്ബയാണ്, അവിടുന്ന് ധരിച്ച ചെരുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ചൂഷണം ചെയ്യുമ്പോൾ അതേ നരകം ഉറപ്പിക്കുന്ന പണിയല്ലേ ആ വിഭാഗം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പലരും പറയും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയിൽ വിശ്വാസമില്ല. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉള്ള പ്രത്യേകതകളൊക്കെ അവിടുത്തേക്ക് നിലനിൽക്കുന്നു. ആ പ്രത്യേകത ലോകത്ത് ഒരാൾക്കുമില്ല. അവിടുത്തെ മുടിക്ക് ബറക്കത്തുണ്ടായിരുന്നു, അവിടുത്തെ ഉമിനീര് ബറക്കത്തുണ്ടായിരുന്നു, അവിടുന്ന് ധരിച്ച വസ്ത്രത്തിന് ബറക്കത്തുണ്ടായിരുന്നു, അതേ അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പിന് വരെ ബറക്കത്തുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സഹാബത്ത് അതിനോ ആരാധിക്കുകയോ അതിനെ പ്രാർത്ഥിക്കുകയോ അത് സൂക്ഷിക്കാൻ ഒരു കേന്ദ്രമുണ്ടാക്കുകയോ ഇല്ല. രൂപത്തിലല്ല അവരതിനെ ആദരിച്ചത്, അവരതിനെ ബഹുമാനിച്ചത് അതിൻ്റെതായ ശരിയായ രൂപത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ ആ ബഹുമാനപ്പെട്ട ശറഫാക്കപ്പെട്ട ഒരു ആസാറുകളും അവശിഷ്ടങ്ങളും ഇന്ന് ലോകത്ത് കിട്ടാനില്ല. ഒരു സ്ഥലത്തും അത് കിട്ടുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചതെന്ന് പറയപ്പെടാവുന്ന ഒരൊറ്റ വസ്തുവും ലോകത്തിന് ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ അതുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ സനദ് പ്രകാരം അത് സ്വഹാബിക്ക് എവിടെ നിന്ന് കിട്ടി, അവിടുന്ന് ആർക്ക് കിട്ടി, അവിടുന്ന് ആർക്ക് കിട്ടി എന്ന പരമ്പരയില്ലാതെ ഒരാളുടെ മുമ്പിലും കൊണ്ടുവന്നാൽ അത് ചെലവാകൂല എന്ന് മുസ്ലിമീങ്ങളതാ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടങ്ങ് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിയാരതാ അല്ല പറയും പോലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന മുസ്ലിയാര്, റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിയാരതാ ഒരു മുടിക്കഷ്ണത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പും ആദർശ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾക്കും കയ്യും കണക്കുമുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഹദീസുകളിൽ പറഞ്ഞതൊക്കെ സത്യം തന്നെ. അവിടുത്തെ പ്രത്യേകതയായിട്ട് ഹദീസുകളിൽ കണ്ട ഒരു കാര്യം നമ്മളാരും കണ്ടില്ലെന്ന് നടിക്കാറില്ല. ചിലരൊക്കെ പറയും ബുഖാരിയിലെ ഹദീസാണെങ്കിലും ചില ഹദീസുകളൊക്കെ കണ്ടാ ഞങ്ങളങ്ങ് ചാടിക്കടക്കാറാണ് പതിവെന്ന്. അങ്ങനെ ചാടിക്കടക്കുന്നവരല്ല മുസ്ലിം. മുസ്ലിം ഹദീസുകൾ എന്ന നിലക്ക് പഠിക്കുന്നു, വായിക്കുന്നു, അതിലുള്ളത് ഉൾക്കൊള്ളുന്നു, ശരിയായ നിലക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ അവിടുത്തെ പേരിൽ ഇല്ലാത്ത പലതും കൊണ്ടുവന്ന് നാളെ ഒരുത്തൻ മാർക്കറ്റിൽ വെച്ചതാ ഒരു കപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറയാണ് ഇത് അല്ലാഹുവിന്റെ റസൂൽ പാല് കുടിച്ച കോപ്പയാകുന്നു എന്ന് പറഞ്ഞാൽ അതിനുമുണ്ടാകും കൂടെ കുറെ ആള് കൂടാൻ. പക്ഷേ മുസ്ലിമിനെ കിട്ടൂല. കാരണം മുസ്ലിമിന് കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു ബോധമുണ്ട്. ഇവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുസ്ലിയാർ കേരളത്തിലേക്ക് ഇത് കൊണ്ടുവന്നു. എവിടെ നിന്ന് വന്നു പ്രിയമുള്ളവരെ? ഇന്നതാ മുടിവാദം പുതിയ രൂപത്തിലുള്ള വിവാദത്തിലേക്ക് കത്തി നീങ്ങുകയാണ്. കാന്തപുരം മുസ്ലിയാർക്കതാ 3 മുടി കിട്ടി എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അങ്ങനെ 3 ശറഫാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുകേശം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെള്ളം മുക്കിയ വെള്ളം മുടി ജ്യൂസ് ജനങ്ങളെ കൊണ്ട് കുടിപ്പിച്ച് ജനങ്ങളെ ഇങ്ങനെ ആദർശപരമായി മയക്കിക്കിടത്തിയിട്ട് ആ മുടിവെള്ളത്തിന്റെ അടിമകളാക്കി മാക്കിയിട്ട് അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ചപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ശബ്ദങ്ങൾ ഉണ്ടായി. മുസ്ലിയാരെ, നിങ്ങളുടെ കയ്യിലുള്ളത് വ്യാജമുടിയാണ്. മുടി വ്യാജമെന്നല്ല, മുടിയായിരിക്കാം. പക്ഷേ ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയല്ല. ഉണ്ടെങ്കിൽ സനദ് പറയൂ. അപ്പൊ സനദ് വായിക്കാൻ തുടങ്ങി. മർക്കസിൽ വെച്ചതാ സനദ് വായിക്കുന്നു. സനദുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരവങ്ങളോടെ ഒരു മുടിക്കൈമാറ്റം മർക്കസിൽ വെച്ച് നടക്കുന്നു.
പേരോട് മുസ്ലിയാരതാ പറയുന്നു, ഇനി ആരും സനദും ചോദിച്ച് ബഹളമുണ്ടാക്കരുത്. ഇവിടെ ബഹുമാനപ്പെട്ട ഇന്ന ശൈഖ് എന്ന് പറഞ്ഞ് അബൂദാബിയിൽ നിന്ന് വന്ന ഒരു ശൈഖിതാ ഇവിടെ മുടിയുടെ കൈമാറ്റ സനദിതാ കൃത്യമായി തന്നെ വായിക്കുന്നോ എന്ന് പറഞ്ഞ് അതിങ്ങനെ ഒരാളിങ്ങനെ വായിച്ച് 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 ജനങ്ങളിങ്ങനെ തക്ബീർ ചൊല്ലി പിരിഞ്ഞു പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه. الدكتور الشيخ أحمد ابن الجهبذ النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي ابن العلامة الجليل سيدي الشيخ محمد ابن العالم العلامة ناشر العلوم في الجزر والصحاري سيدي أحمد ابن ذي الرئاستين العالم الورع الولي الصالح سيدي ومولاي عبد الله الملقب بنور الدين ابن الإمام العالم المهاجر في سبيل الله تعالى سيدي أحمد ابن الآمر بالخيرات سيدي هلال ابن سيدي عبد الله ابن سيدي هلال ابن الجليل سيدي عبد الله ابن الجليل سيدي هلال ابن سيدي عبد الرحمن ابن سيدي الشيخ الجليل سعيد ابن سيدي ومولاي هلال ابن سيدي الجليل سعيد ابن الشيخ الهمام سيف ابن الإمام عبد الرحمن الكبير ابن الإمام حسن ابن العلامة الإمام الحافظ شيخ الأنصار محمد ابن الإمام العلامة إسحاق ابن الجليل سيدي إبراهيم ابن سيدي أفلح ابن سيدي رافع ابن سيدي إبراهيم ابن سيدي أفلح ابن سيدي الجليل عبد الرحمن الأكبر ابن التابعي الجليل عبيد ابن سيدنا رفاعة صاحب رسول الله صلى الله عليه وسلم من أهل بيعة الرضوان وبدر وأحد وما بعد ذلك من المشاهد كلها ابن صاحب رسول الله صلى الله عليه وسلم سيدنا رافع ابن مالك بن العجلان الرقي أول من أسلم من الأنصار أحد الستة وأحد الاثنى عشر وأحد 70 من أهل بيعة العقبة الأولى والثانية الذي اختاره سيد الخلق صلى الله عليه وسلم نقيبا من نقباء الأنصار رضي الله تعالى عنهم وعن ذرياتهم أجمعين. وبه أشهد أني نقلت إلى فضيلة العالم العامل الشيخ الجليل أبو بكر بن أحمد المسليار أمانة وحفظ وصيانة وخدمة أثر عظيم لسيد الأنبياء والمرسلين من الآثار التي شرفني الله عز وجل بانتقالها إلي بأسانيدها الصحيحة المتواترة المتصلة إلى الحضرة الطاهرة النبوية صلوات ربي وسلامه عليه وعلى آله وصحبه وسلم. وصفته شعرة شريفة من شعر الرأس الشريف بصفة دائمة بأمر من رسول الله صلى الله عليه وسلم ليعم النفع به على المسلمين والبركة على المؤمنين بموجب عقد انتقال الأمانة الموثق وذلك بتاريخ 5 من صفر الخير 1432 هجرية الموافق 9 كانون الثاني 2011 ميلادية المشهود عليه من قبل الشيخ محمد ابن الشيخ أحمد آل هلال الخزرجي
والشيخ ذياب بن الشيخ أحمد آل هلال الخزرجي، والشيخ منصور بن الشيخ أحمد آل هلال الخزرجي، والشيخ فارس بن الشيخ أحمد آل هلال الخزرجي، وفضيلة العالم المحقق الشيخ بسام محمد بارود، وفضيلة الشريف سيدي بن محمد قاضي التنواجيوي المعتمد منا. وأوصي المنقول إليه بالحرص الشديد عليه، وأن يقدمه على النفس والبنين والذرية، وأن يحفظه ويصونه ويحرسه، والله يشهد عليه ويراه. وإني أبرأ إلى المولى عز وجل المنتقم الجبار مما عدا ذلك. قال تعالى: فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه، إن الله سميع عليم، والله خير الشاهدين، والحمد لله رب العالمين. സമുദായം വിട്ടില്ല. ആ വായിച്ചത് സനദല്ല, അതിന് സനദിന്റെ ഒരു രൂപവുമില്ല എന്ന് നാനാകോണുകളിൽ നിന്നും ശബ്ദമുയർന്നപ്പോൾ പേരോട് മുസ്ലിയാരി കുറ്റ്യാടിയിൽ വെച്ച് പറഞ്ഞു, അത് സനദല്ല, നസബയാകുന്നു. ഫഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ അതാദ്യം പറയാ, എന്നെ തിരിയാണ്ടായി പോണ്ട. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി വമുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇലാനി الدكتور الشيخ أحمد بن النحري عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പരുടെ പേര്, മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാ. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ 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 ഇങ്ങനെ നസബ പറയാൻ. ഞാൻ ആരാണെന്ന് ആദ്യം പരിചയപ്പെടുത്തി. എനിക്കിത് കൊടുക്കാൻ യോഗ്യത ഉണ്ടോ അല്ലേ? അത് വേണല്ലോ. എന്തെങ്കിലും ഒന്ന് മനസ്സിലാണ്ടേ. ഒരാധാരം അല്ലെങ്കിൽ ഒരു കേസ്, ഒരു ഫയൽ, ഒരു വക്കീലന്മാരുണ്ടാവൂലേ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ, ഒരു കേസ് കൊടുക്കുമ്പോ ആ കേസിന് ആദ്യം ഒന്ന് ടൈറ്റൽ, പിന്നെ ബോഡി, പിന്നെ പ്രയർ. അതെന്താ? ടൈറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എന്റെ വിഷയം എന്താണ്, ഓക്കെ. രണ്ടാമത്തത് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, പ്രയർ എന്ന് പറഞ്ഞാൽ എന്താ അപേക്ഷിക്കുന്നത്. സനദല്ല. അപ്പൊ സനദ് പോയി. സനദല്ല. പിന്നെ പറഞ്ഞു അത് നസബാനാ പറയാ എന്ന് പറഞ്ഞു. അതും നിൽക്കക്കള്ളിയില്ലാതെ കുറച്ചു കഴിയുമ്പോ പത്രക്കാര് വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, എന്തിനാണ് ഇത്ര കുഴപ്പമുണ്ടാക്കുന്നത്, ഇത്ര പ്രയാസപ്പെടുന്നത്? അതിന്റെ രേഖയൊന്ന് കാണിച്ചാൽ പോരെ. രണ്ടാമത്തെ കേശം ഹസറജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സെനത് പോലത്തെ സെനത് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പോൾ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിക്ക് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റ്. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളാ പ്രസിദ്ധീകരിക്കുന്നത്. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട വട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖ ഉള്ളവനോടല്ലേ ചോദിക്കേണ്ടത്? എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള ആളെടുത്ത് അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവൂലേ? അപ്പൊ അല്ല, അയാളെടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണോ? എത്ര എളുപ്പമാണ് അതിന്റെ രേഖയൊന്ന് കാണിച്ചുകൂടെ? മുസ്ലിയാക്കന്മാരൊഴിഞ്ഞു മാറി. അതിന്റെ രേഖ ഇവിടെയില്ല. എവിടെയാണുള്ളതെന്ന പത്രക്കാരുടെ അടുത്ത ചോദ്യം. അത് അബൂദാബിയിലാണ്. എങ്കിൽ അതിങ്ങോട്ട് വരുത്തിക്കൂടെ എന്ന അടുത്ത ചോദ്യം. അപ്പോൾ പറയുന്നു അതങ്ങനെ വരുത്താൻ പറ്റിയ രേഖയല്ല, അടിരേഖയാണ്. എന്നാ പിന്നെ അടിരേഖ ഒന്നും ഇങ്ങോട്ട് മാന്തി കൊണ്ടുവന്നുകൂടെ? അതിന് ഹസറജിയോട് ചോദിക്കണം. ഹസറജിയാണെങ്കിൽ യാത്രയിലുമാണ് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം
അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ട് അവസാനം ആളുകൾ പിന്നെയും പിന്നാലെ കൂടി സനത് പറയൂ, സനത് പറയൂ, മുടിക്കാരെ സനത് പറയാതെ വിടൂല എന്ന നാനാകോടുകളിൽ നിന്നും ശബ്ദം വന്നപ്പോൾ പണ്ഡിത സമ്മേളനം എന്ന പേരിൽ കോട്ടക്കൽ വിളിച്ചു കൂട്ടിയിട്ട് കാന്തപുരം മുസ്ലിയാരതാ ഒരു മുടിയുടെ സനദിന് ചോദിച്ചിട്ട് ആരും നടക്കണ്ട, ഇതാ സനതെന്ന് പറഞ്ഞ് ഉറുദുവിലും വായിക്കുന്നു, അറബിയിലും വായിക്കുന്നു. ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷെയർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. സനദ് മുയ മുബാറക്, ഫാരിസിയിലാണ് മുയ എന്ന് പറയാം. हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मुए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालिया वाला उर्फ दोराजी वाला के पास निहायत अदब व इहतराम से महफूज आए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ വലിയ ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाख मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज सकाफत सुन्नी इस्लामिया कारंदूर जिला कारिकट केरला के जनाब हजरत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के जरिए से दस्तार हुआ. അതിൻ്റെ ഒരു ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസ് തഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहां के तमाम सुन्नी अहबाब उस मुए मुबारक की जियारत से फैज हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഅർ മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത്. അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ഇനി ആ സനദിന്റെ തഫ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയ വാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അസയ്യിദ് അബ്ദുല്ലാ അൽ ഖാദിരി, അസയ്യിദ് നിദാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് സൈഫുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് നിദാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് അബ്ദുർ റസാഖ് അൽ ഖാദിരി, അസയ്യിദ് മുഹമ്മദ് ഇമാദുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് മുർത്തദ സൈഫുല്ലാ അൽ ഖാദിരി, സയ്യിദ് ഐദറൂസ് അതാഉല്ലാ അൽ ഖാദിരി, അസയ്യിദ് മുഹമ്മദ് അൽ ഖാദിരി, അസയ്യിദ് അബ്ദുർ റസാഖ് അൽ ഖാദിരി, അസയ്യിദ് അലി അൽ ഖാദിരി, അസയ്യിദ് അഹ്മദ് അൽ ഖാദിരി, അസയ്യിദ് മുഹമ്മദ് അൽ ഖാദിരി, शरीफ सादात मजमुल बरकात सैयद अशैद अहमद अल क़ादिरी अल बगदादी, सैयद यूसुफ बिन सैयद अहमद अल क़ादिरी, शिहाबुद्दीन अल क़ादिरी, अली अलमुद्दीन अल क़ादिरी, कुमैनुद्दीन हैदर अबुल हसन अल क़ादिरी, मोहम्मद इमादुद्दीन अल क़ादिरी, अमीनुल्लाह अबुल अता सैयद क़ादिरी, अफीफ हसन अल क़ादिरी, हैदर सुलेमान सैयद करीमुद्दीन अल क़ादिरी, अबू अब्दुल्लाह सैफुद्दीन सैयद अब्दुल वहाब अल क़ादिरी, अश-शेख क़ुत्बुल अक़ताब अश-शेख मुहियुद्दीन अब्दुल क़ादिर अल जीलानी क़द्दसल्लाहु सिर्रहुल अज़ीज़. എന്നിട്ട് അബൂ സഈദ് മുബാറക്, അബുൽ ഹസൻ അലി ഇബ്നു യൂസുഫ്, അബുൽ ഫർഹ് ഇബ്നു عبد الرحمن أبو الفضل عبد الواحد عبد العزيز اليمني أبو بكر الشبلي أبو القاسم جنيد البغدادي سر السقطي معروف الكرخي أمير المؤمنين موسى الإمام علي موسى أمير المؤمنين الإمام موسى الكاظم الإمام جعفر الصادق الإمام باقر الإمام زين العابدين الإمام حسين بن علي الشهيد بكربلاء سيدنا علي بن أبي طالب റളിയല്ലാഹു അൻഹു. ഇത് റസൂലുള്ളാഹി വരെ ഈ പറഞ്ഞ ബുസുർഗോൻസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിൻ്റെ സനദാണ് ഇത് ഞാൻ പരസ്യമായി ഇങ്ങനെ കൊണ്ടു നടന്ന് പറയലില്ല. ഇത് ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതല്ല.
ടെലിഫോൺ ചെയ്തവരോട് മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മർക്കസിൽ വന്നാൽ കാണിച്ചു തരുമെന്ന്. അങ്ങനെ വന്നിട്ടുള്ള ആൾ ആരും ഇതുവരെ അങ്ങനത്തെ ആൾ വന്നിട്ടില്ല. നമ്മുടെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, പേരോട് വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നവർക്ക് കാണിച്ചു കൊടുത്തു. വരാത്തവർക്ക് ഇങ്ങനെ വിളംബരം ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഇതൊരു ദർസാണ്, ഇത് ആലിമീങ്ങളാണ്. ഇവിടെ ജനങ്ങളെല്ലാം മനസ്സിലാക്കണം നമ്മൾ. അങ്ങനെ കുറേ വായിച്ചു. കുറേ ആൾക്കാരുടെ പേര് അൽ ഖാദിരി അൽ ഖാദിരി അൽ ഖാദിരി അൽ ഖാദിരി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളുടെ, കുറേ 40-45 ആളുകളുടെ പേര് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്കിങ്ങോട്ട് ആ മുടി ഇങ്ങോട്ട് വന്ന പരമ്പരയുടെ ഒരു കോമ്പല തന്നെ കൃത്യമായി എന്ന രൂപത്തിൽ അതാ അയാൾ വായിക്കുന്നു. കൂടിയ അനുയായികളൊക്കെ നിർവൃതി കൊണ്ട് ആർത്തട്ടഹസിച്ച് തക്ബീർ ചൊല്ലുന്നു. അങ്ങനെ അങ്ങ് വിരിഞ്ഞു പോയാലും അതേ ഈ കാലിൽ ചുറ്റിയ മുടിയിൽ നിന്ന് കാന്തപുരത്തിന് രക്ഷപ്പെടാനാവാതെയായി. ജനങ്ങളിങ്ങനെ പിന്നെയും ചോദിക്കാൻ തുടങ്ങി. ജനങ്ങളിങ്ങനെ ചോദിക്കാൻ തുടങ്ങിയെന്ന് മാത്രല്ല, അല്ലാഹു റബ്ബുൽ ആലമീൻ അവരിൽ നിന്നൊരുത്തനെ എഴുന്നേൽപ്പിച്ചു, അവരുടെ കൂട്ടത്തിൽ നിന്നൊരാളെ നിയോഗിച്ചു എന്നാണ് ഈ ഉള്ളവന് മനസ്സിലാകുന്നത്. അതേ ആ വ്യക്തിയതാ ഈ മുടിയെ സംബന്ധിച്ച് ചില ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടത്തുന്നു. അയാൾ ആരാ? മുജാഹിദല്ല. അതെ, അവരുടെ കൂട്ടത്തിൽ മുടി എന്ന് കേട്ടാൽ ആവേശം കൊണ്ട് തുള്ളിച്ചാടിയിരുന്ന ഒരുത്തൻ. അയാളുടെ വിശേഷണങ്ങളാ ഞാൻ പറയുന്നത്, തീർന്നില്ല. മുടിവെള്ളം കാന്തപുരം കൊടുത്തപ്പോൾ അത് ഏറ്റവും ആദരവോടുകൂടി ആ മുടിവെള്ളം ബോട്ടിലാക്കി അതേ കുടിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ ജോലിസ്ഥലമായ ഖത്തറിലേക്ക് കൊണ്ടുപോയി. ഖത്തറിലേക്ക് മുടിവെള്ളത്തിൻ്റെ കുപ്പി കൊണ്ടുപോയി എന്നതും മാത്രമല്ല, ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോൾ ഈ ടിയാൻ എന്ത് ചെയ്യും? അതേ ആ മുടിവെള്ള ജ്യൂസുള്ള കുപ്പിയൊന്നെടുത്തിട്ട് അതിന്മേൽ മുത്തം വെക്കും. ഹബീബിൻ്റെ മുടിയല്ലേ, മുടിയിട്ട വെള്ളമല്ലേ. ആ മുടിക്കുപ്പിക്ക് മുടിപാത്രത്തും ചുംബനമർപ്പിച്ചിട്ടാ മൂപ്പര് രാവിലെ ജോലിക്ക് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ രാമുഖം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മർക്കസിലൂടെ എല്ലാ റബീഉൽ അവ്വൽ ആദ്യ തിങ്കളാഴ്ചയും, മാസം ആദ്യത്തെ തിങ്കളാഴ്ചയും, പിന്നെ അവിടെ വെച്ച് ഷെയർ മുബാറക്ക് മുക്കിയ വെള്ളം കൊടുക്കുക എന്ന പേരിൽ വെള്ളം കൊടുത്തപ്പോൾ ആ വെള്ളം ഇരു കൈകൾ കൊണ്ടും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഖത്തറിൽ പോലും അതിൻ്റെ ഒരു കുപ്പി വെള്ളം വെക്കുകയും ആ കുപ്പി വെള്ളം ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചുംബിച്ചുകൊണ്ട് ആ വെള്ളത്തിൻ്റെ